ഒളിപ്പിക്കപ്പെടാതിരിക്കാൻ റിലേഷൻഷിപ്പ് പാറ്റേൺ തിരിച്ചറിയാൻ പഠിക്കണം. പലരും അന്ധമായി ആളുകളുടെ വാക്കുകളിൽ വിശ്വസിക്കുകയും പ്രതീക്ഷ വെക്കുകയും ചെയ്യാറുണ്ട്. എന്നോട് അന്ന് അങ്ങനെ ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത്, ഇങ്ങനെയൊന്ന് സംഭവിച്ചപ്പോൾ ഇങ്ങനെയൊരു വാഗ്ദാനമായിരുന്നല്ലോ തന്നിരുന്നത്, തുടങ്ങി പല വിധത്തിലുള്ള വാക്കുകളും വാഗ്ദാനങ്ങളും ഒക്കെ ആയിരിക്കും അവർക്ക് പറയാനുണ്ടാവുക. എന്നാൽ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, വാക്കുകൾ പറയാൻ വലിയ എഫേർട്ടിന്റെ ആവശ്യമൊന്നുമില്ല. വാക്കുകൾക്ക് മേലെ പ്രവർത്തികളെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ബന്ധങ്ങൾ പോകേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എഫേർട്ട് ഇട്ടുകൊണ്ട് മാത്രമേ ആ പ്രവർത്തികളിലേക്കൊക്കെ നിൽക്കാൻ പറ്റൂ. എഫേർട്ട് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മിനിമം ഒന്ന് വാല്യൂ ചെയ്യുമെങ്കിലും ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ വാക്കുകൾക്ക് മേലെ നിങ്ങൾ പ്രവർത്തികളെ ഒന്ന് നോക്കിയാൽ ആ റിലേഷൻഷിപ്പിന്റെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് വെറും വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്ന സ്നേഹമാണോ, അതോ പ്രവൃത്തിയുടെ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്നേഹമാണോ ഒക്കെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുകയും അധികമൊന്നും പറ്റിക്കപ്പെടാതെ ഒരു റിലേഷൻഷിപ്പിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യൂട്ടോ. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്ഫർ ടു